TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഡിയർ സ്റ്റുഡൻസ്, +1 സുവോളജി പഠനത്തിലെ അടുത്ത യൂണിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹ്യൂമൻ ഫിസിയോളജി, 5ാമത്തെ യൂണിറ്റാണ് ഹ്യൂമൻ ഫിസിയോളജി. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കുവാനുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ ഫിസിയോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഡൈജഷൻ, ദഹനം, അതിൻ്റെ അബ്സോർഷൻ, ആഗിരണം നടക്കുന്നു, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഡൈജഷൻ ആൻഡ് അബ്സോർഷൻ എന്നുള്ള ചാപ്റ്റർ. പിന്നെ അടുത്ത് നമ്മുടെ ശ്വാസകോശം, ലങ്സും ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ചിനെയും കുറിച്ചുമൊക്കെ പഠിക്കുന്ന ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. പിന്നെ നമ്മുടെ ഹാർട്ട്, ബ്ലഡ് വെസൽസ്, ബ്ലഡിൻ്റെ സർക്കുലേഷൻ എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. നമ്മുടെ ശരീരത്തിലെ വിസർജന വ്യവസ്ഥ, നമ്മുടെ കിഡ്നി, അതിൻ്റെ പ്രവർത്തനം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം, നമ്മുടെ ബോൺസ്, അതുപോലെ നമ്മുടെ മസിൽസ് എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന ലോക്കമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്. നമ്മുടെ ശരീരത്തിലെ നാഡീവ്യവസ്ഥയെക്കുറിച്ച്, നമ്മുടെ ബ്രെയിനും നമ്മുടെ നാഡീകോശങ്ങളും അവയുടെ പ്രവർത്തനങ്ങളെയും കുറിച്ചുമൊക്കെ മനസ്സിലാക്കുന്ന ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. നമ്മുടെ ശരീരത്തിലെ വിവിധ ഹോർമോണുകൾ, ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസുകൾ, എൻഡോക്രൈൻ ഗ്ലാൻസുകൾ, അങ്ങനെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്ന കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് ഹ്യൂമൻ ഫിസിയോളജിയിലൂടെ നമുക്ക് പഠിക്കേണ്ടത്. ആദ്യമായിട്ട് ഫിസിയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഡൈജഷൻ ആൻഡ് അബ്സോർഷൻ, അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, മേജർ കമ്പോണൻസ് ഓഫ് ഫുഡ്. നമുക്കറിയാം, ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ജീവികളുടെയും, മനുഷ്യരുടെ മാത്രമല്ല എല്ലാ ജീവികളുടെയും ഒരു ബേസിക് റിക്വയർമെൻ്റാണ് ഫുഡ്. ഫുഡ് ഈസ് വൺ ഓഫ് ദ ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്. എല്ലാ ജീവികൾക്കും അവയ്ക്ക് ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുഡ് ആവശ്യമാണ്. എന്തൊക്കെയാണ് മേജർ കമ്പോണൻസ് ഓഫ് അവർ ഫുഡ്? ഫുഡിൻ്റെ മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് പേരുകളൊക്കെ. കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ന്യൂട്രിയൻസുകളും ചേർന്നതാണ് നമ്മുടെ ഫുഡെന്ന് പറയുന്നത്. അപ്പം നമ്മൾ കഴിക്കുന്ന ഈ ഫുഡ് എന്താണ്? ആ ഫുഡിൻ്റെ റോള് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും, അല്ലേ? ഫുഡ് പ്രൊവൈഡ്സ് എനർജി ആൻഡ് ഓർഗാനിക് മെറ്റീരിയൽസ് ഫോർ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ടിഷ്യൂസ്. അപ്പോൾ എനർജി മാത്രമല്ല, ഫുഡ് വഴി കിട്ടുന്ന ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ പുതിയ കോശങ്ങൾ നിർമ്മിക്കുവാൻ, സെൽസുകൾ നിർമ്മിക്കുവാൻ ആവശ്യമാണ്. സെൽസുകൾക്കുണ്ടാകുന്ന ഡാമേജുകൾ പരിഹരിക്കുവാൻ ആവശ്യമാണ്. അപ്പം അങ്ങനെ ഫുഡ് പ്രൊവൈഡ്സ് എനർജി ആൻഡ് ഓർഗാനിക് മെറ്റീരിയൽസ് ഫോർ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ടിഷ്യൂസ്. നമ്മുടെ എനർജിക്ക് ആവശ്യമാണ്, നമ്മുടെ ടിഷ്യൂ റിപ്പയർ ചെയ്യാൻ ആവശ്യമാണ്. പിന്നെ ഫുഡെന്ന് പറയുമ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം നമുക്കതിൽ ഒഴിവാക്കാൻ പറ്റില്ല. വെള്ളം, വാട്ടറിന് നമ്മുടെ ജീവിതചര്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വാട്ടറിനുണ്ട്. അപ്പോൾ എല്ലാ ബയോകെമിക്കൽ റിയാക്ഷൻസും നടക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർ അവിടെ ഒരു മീഡിയമാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിർജ്ജലീകരണം വരാതെ നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡിൻ്റെ pH ഒക്കെ അതേപടി നിലനിർത്തണമെങ്കിലും വാട്ടർ അത്യാവശ്യമാണ്. ഇനി എന്താണ് ഡൈജഷൻ എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഡൈജഷൻ? അപ്പം നമ്മൾ പല വിധത്തിലുള്ള ഫുഡ് മെറ്റീരിയൽസ് നമ്മൾ കഴിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ചോറായാലും പച്ചക്കറികളായാലും മത്സ്യമായാലും മാംസമായാലും അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട മാക്രോ മോളിക്യൂൾ എന്താണെന്ന് നമ്മൾ പരിചയപ്പെട്ടതായിരുന്നു, അല്ലേ? കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, വൈറ്റമിൻസ്, അങ്ങനെയൊക്കെ തുടങ്ങി ധാരാളം ബയോമോളിക്യൂൾസ് നമ്മൾ ഫുഡിൻ്റെ രൂപത്തിൽ നമ്മൾ ശരീരത്തിലേക്ക് കടക്കുകയാണ്, നമ്മുടെ ബ്ലഡിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഉദാഹരണം പറയുകയാണെങ്കിൽ
ചോറ്, അത് കാർബോഹൈഡ്രേറ്റ് ആണ്, അതൊരു പോളിസാക്കറൈഡ് ആണ്. ആ കഴിക്കുന്ന ആ പോളിസാക്കറൈഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സ്റ്റാർച്ച് എന്ന് പറയുന്ന ആ മോളിക്യൂള് ഒരു ലെങ്തി മോളിക്യൂളാണ്, ഒരു വലിയൊരു ബയോ മാക്രോ മോളിക്യൂളാണ്. അതിന് അതേപടി ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് അതിൻ്റെ മോണോസാക്കറൈഡ് യൂണിറ്റുകളാക്കി മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ മൈക്രോ മോളിക്യൂൾസ് ആക്കി മാറ്റണം. അതാണ് നമ്മൾ മോണോസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ മൈക്രോ മോളിക്യൂളാണ് മോണോസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ ലിപ്പിഡ്സിൻ്റെ മൈക്രോ മോളിക്യൂൾസാണ് ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും എന്ന് പറയുന്നത്. പ്രോട്ടീൻസിൻ്റെ മൈക്രോ മോളിക്യൂൾസാണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ഈ പറയുന്ന മാക്രോ മോളിക്യൂൾസിനെ മൈക്രോ മോളിക്യൂൾസാക്കി മാറ്റണം. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും അമിനോ ആസിഡ്സും നൈട്രജൻ ബേസസും ഷുഗറുകളും അങ്ങനെയൊക്കെ ആക്കി കൊച്ചു 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 മോളിക്യൂൾസാക്കി മാറ്റിയാൽ മാത്രമേ അത് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. They have to be broken down and converted into simple substances in the digestive system. This process of conversion of complex food substances to simple absorbable forms is called digestion. അപ്പോൾ അതാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. എന്താണ്? ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഫുഡ് സബ്സ്റ്റൻസ്, കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറുള്ള ബയോ മാക്രോ മോളിക്യൂൾസിനെ എന്ത് ചെയ്യണം? സിമ്പിൾ അബ്സോർബിൾ ഫോമിലേക്ക് മാറ്റണം. അതായത് അമിനോ ആസിഡ്സും മോണോസാക്കറൈഡ്സും ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും എന്ന് പറയുന്ന സിമ്പിൾ ഫോമിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റുന്ന പ്രോസസ്സാണ് ഡൈജഷൻ. അപ്പോൾ വാട്ട് ഈസ് ഡൈജഷൻ? ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഫുഡ് സബ്സ്റ്റൻസസ് ടു സിമ്പിൾ അബ്സോർബിൾ ഫോം ഈസ് കാൾഡ് ഡൈജഷൻ. ഹൗ ഫുഡ് ഈസ് ഡൈജസ്റ്റഡ്? ഇപ്പോൾ നമ്മൾ ഈ ഫുഡൊക്കെ നമ്മൾ കഴിക്കുന്നു, എങ്ങനെയാണ് ഈ ഫുഡ് ഡൈജഷൻ എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ മോളിക്യൂളായിട്ട് മാറുന്നത് എങ്ങനെയാണ്? Digestion is carried out by our digestive system by mechanical and biochemical methods. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വായ്ക്കകത്തേക്ക് ചോറ് വയ്ക്കുന്നു, അതെന്ത് ചെയ്യുന്നു? നമ്മുടെ പല്ലിൻ്റെ സഹായത്താൽ അതിനെ ചവച്ച് അരയ്ക്കുന്നു. അപ്പോൾ അവിടെ ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് നടക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചവച്ചരയ്ക്കുന്ന സമയത്ത് വായ്ക്കകത്തുള്ള സലൈവ, ഉമിനീരുമായിട്ടിത് കൂടിക്കലർന്നിട്ട് കാർബോഹൈഡ്രേറ്റ് അതിൻ്റെ ചെറിയ ഫോമായ ഡൈസാക്കറൈഡായ മാൾട്ടോസിൻ്റെ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതൊരു കെമിക്കൽ പ്രോസസ്സാണ്. അപ്പം അങ്ങനെ ഫുഡ് ഡൈജഷൻ വിധേയമാകുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മെക്കാനിക്കൽ മെത്തേഡ്സും ഉണ്ട്, ബയോകെമിക്കൽ മെത്തേഡ്സും ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ വിവിധ പാർട്ടുകൾ ഒന്ന് പരിചയപ്പെടാം. ദ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ അലിമെൻ്ററി കനാൽ ആൻഡ് ദ അസോസിയേറ്റഡ് ഗ്ലാൻഡ്സ്. അപ്പോൾ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ അലിമെൻ്ററി കനാൽ എന്നുള്ളൊരു മറ്റൊരു പേരുകൂടെ ഇവിടെ സൂചിപ്പിക്കാൻ നമുക്ക്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ലിവർ, പാൻക്രിയാസ് തുടങ്ങിയ ഗ്ലാൻഡ്സുകളും ചേർന്നതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. Human digestive system consists of the alimentary canal and the associated glands. എവിടെ നിന്നാണ് നമ്മുടെ അലിമെൻ്ററി കനാൽ ആരംഭിക്കുന്നത്? അലിമെൻ്ററി കനാൽ ബിഗിൻസ് വിത്ത് ദ ആൻറ്റീരിയർ ഓപ്പണിംഗ് ദ മൗത്ത്. അപ്പോൾ ഇവിടുത്തെ ഈ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് മൗത്ത്. പിന്നെ ഇങ്ങനെ താഴേക്ക് പോകുന്തോറും ഒരു ലോങ് ട്യൂബാണ്, ഒരു നീളമുള്ള ഒരു ട്യൂബാണ്. എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30 അടിയോളം നീളമുണ്ട്. നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നമ്മളൊന്ന് സ്ട്രൈറ്റൻ ചെയ്തെടുത്തിട്ട് നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഈ കുടലിനെയൊക്കെ ഒന്ന് സ്ട്രൈറ്റൻ ചെയ്തെടുത്തിട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു 30 അടി നീളം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു 9 മീറ്ററോളം നീളമുണ്ട്. ദ മൗത്ത് ആൻഡ് ഇറ്റ് ഓപ്പൺസ് ഔട്ട് പോസ്റ്റീരിയർലി ത്രൂ ദ ഏനസ്. അതൊരു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് അല്ലേ? നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഓപ്പണിംഗ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ട്യൂബ് ഇതാ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. മൗത്ത് ഓപ്പണിങ്ങിൽ നിന്നും ആരംഭിക്കുന്ന ട്യൂബ് ഒരു 9 മീറ്ററോളം പിന്നിട്ട് അവസാനിക്കുന്നത് ഏനൽ ഓപ്പണിങ്ങിലാണ്, മലദ്വാരത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു ട്യൂബാണ് നമ്മുടെ അലിമെൻ്ററി കനാൽ.
The mouth leads to the buccal cavity or oral cavity. അപ്പോൾ മൗത്ത് എന്ന് പറയുന്നത് നമ്മൾ വായുടെ പുറത്തുള്ള ഓപ്പണിങ്ങിനെയാണ് മൗത്ത് എന്ന് വിളിക്കുന്നത്. വായ്ക്കകത്തുള്ള വിസ്താരമായ ഭാഗത്തിനെ മറ്റൊരു ടേം കൊണ്ട് വിശേഷിപ്പിക്കുക. ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി എന്നാണ് വിളിക്കുക. The oral cavity has number of teeth and muscular tongue. അപ്പോൾ വായ്ക്കകത്ത് എന്തൊക്കെ പാർട്ടുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായിൽ പല്ലുകളുണ്ട്, അതുപോലെ തന്നെ ഒരു മസിൽസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു നാക്കുണ്ട്, മസ്കുലാർ ടങ് ഉണ്ട്. ഇനി പല്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഡെൻറ്റിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈച്ച് ടൂത്ത് ഈസ് എംബഡഡ് ഇൻ എ സോക്കറ്റ് ഓഫ് ജാ ബോൺ. ഒരു കീഴ്ത്താടിയും മേൽത്താടിയുമായിട്ട് നമുക്ക് അപ്പർ ജായും ലോവർ ജായും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ജാ ബോണിൽ കുറേ കുഴികളുണ്ട്, സോക്കറ്റുണ്ട്. നമ്മുടെ പുറത്ത് പല്ല് കാണുന്നതിനേക്കാളും നീളത്തിൽ പല്ല് നമ്മുടെ ഈ മോണയിൽ അല്ലെങ്കിൽ കീഴ്ത്താടിയിലും മേൽത്താടിയിലുമായിട്ടുള്ള ഈ ഭാഗത്ത് ആഴത്തിൽ കാണും. ലെന്ത് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുറത്തുള്ളതിനേക്കാളും നീളം ഉണ്ടാവും അകത്തേക്കിരിക്കുന്ന ഭാഗത്തിന്. അപ്പോൾ ഈ രീതിയിൽ പല്ലുകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഡെൻറ്റിഷനെ വിളിക്കുന്ന പേരാണ് തീക്കോഡോണ്ട് ഡെൻറ്റിഷൻ എന്നാണ് വിളിക്കുക. എന്താണ് തീക്കോഡോണ്ട് ഡെൻറ്റിഷൻ എന്ന് പറഞ്ഞാൽ? ഈച്ച് ടൂത്ത് ഈസ് എംബഡഡ് ഇൻ എ സോക്കറ്റ് ഓഫ് ജാബോൺ. ജാബോണിലുള്ള ഓരോ സോക്കറ്റിനകത്താണ് ടീത്തുകൾ എംബഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് തീക്കോഡോണ്ട് ഡെൻറ്റിഷൻ. അപ്പോൾ അതുകൊണ്ട് നല്ല ഫിക്സ്ഡായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പിടുത്തത്തിലാണ് ജാബോണിൽ ടീത്തുകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള ഡെൻറ്റിഷനെ വിളിക്കുന്ന പേരെന്താണ്? തീക്കോഡോണ്ട് ഡെൻറ്റിഷൻ. മോസ്റ്റ് മാമൽസ് ഹാവ് 2 types of teeth. മിൽക്ക് ടീത്ത് ഓർ ഡെസിഡിയോസ് ടീത്ത് ആൻഡ് പെർമനൻ്റ് ടീത്ത്. നമുക്കറിയാം, നമുക്ക് കുഞ്ഞിലെ നമുക്കുണ്ടായിരുന്ന പല്ലുകളല്ല നമുക്കിപ്പോൾ ഉള്ള പല്ലുകൾ. കുഞ്ഞിലെ ഉണ്ടായ പല്ലുകളൊക്കെ അത് കൊഴിഞ്ഞു പോയിട്ട് പിന്നെ വരുന്ന നമ്മുടെ പെർമനൻ്റ് ടീത്താണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ കുഞ്ഞിലെ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ടീത്തിനെ വിളിക്കുന്ന പേര് മിൽക്ക് ടീത്ത് എന്നാണ് വിളിക്കുന്നത്, പാൽപ്പല്ലുകൾ. ഓർ അതർവൈസ് ഡെസിഡിയോസ് ടീത്ത് എന്നാണ് വിളിക്കുക. പൊഴിഞ്ഞു പോകുന്ന ടീത്ത് ആയതുകൊണ്ട് അതിനെ ഡെസിഡിയോസ് ടീത്ത് എന്ന് വിളിക്കുന്നു. ആൻഡ് പെർമനൻ്റ് ടീത്ത്. അപ്പോൾ മിക്കവാറും ഒക്കെ മാമൽസിന് ഈ രീതിയിലുള്ള പല്ലുകളുടെ ക്രമീകരണം എന്ന് പറയുന്നത്. മോസ്റ്റ് മാമൽസ് ഹാവ് 2 types of teeth, മിൽക്ക് ടീത്ത് ഓർ ഡെസിഡിയോസ് ടീത്ത് ആൻഡ് പെർമനൻ്റ് ടീത്ത്. അപ്പോൾ മിൽക്ക് ടീത്തിൽ എണ്ണം കുറവായിരിക്കും, നോക്കാം നമുക്കത് പിന്നീട്. എന്നാൽ പെർമനൻ്റ് ടീത്തിൽ നമുക്കറിയാം, നമുക്ക് എത്ര പല്ലുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പർ ജായിലും ലോവർ ജായിലുമായിട്ട് നമുക്ക് 32 പല്ലുകളുണ്ടാകും. അപ്പർ ജായിൽ 16 എണ്ണം, ലോവർ ജായിൽ 16 എണ്ണം. എന്നാൽ മിൽക്ക് ടീത്ത് വരുമ്പോഴത്തേക്കും അവിടെ അപ്പർ ജായിൽ 10 ടീത്തും ലോവർ ജായിൽ 10 ടീത്തും, അങ്ങനെ 20 ടീത്താണ് മിൽക്ക് ടീത്തിലുണ്ടാവുക. കൊച്ചു കുഞ്ഞുങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിപ്രായത്തിലൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇതല്ലേ. എല്ലാ ടീത്തും കുഞ്ഞുങ്ങളിൽ ഡെവലപ്പ് ചെയ്യാറില്ല. ദിസ് ടൈപ്പ് ഓഫ് ഡെൻറ്റിഷൻ ഈസ് കാൾഡ് ഡിഫിയോഡോണ്ട് ഡെൻറ്റിഷൻ. അപ്പോൾ ഒരു അനിമലിൻ്റെ ജീവിത കാലയളവിൽ അവയ്ക്ക് 2 ടീത്തുകൾ ഉണ്ടാകുന്നുവെങ്കിൽ, ഒരു ടീത്ത് പോയിട്ട് മറ്റൊരു ടീത്ത് ഉണ്ടാകുന്നുവെങ്കിൽ ആ ടൈപ്പ് ഡെൻറ്റിഷനെ വിളിക്കുന്ന പേരാണ് ഡിഫിയോഡോണ്ട് ഡെൻറ്റിഷൻ. എന്താണ് ടേം? ഡിഫിയോഡോണ്ട് ഡെൻറ്റിഷൻ. ഡിഫിയോഡോണ്ട് ഡെൻറ്റിഷനിൽ മിൽക്ക് ടീത്തും ഉണ്ടാകും, പെർമനൻ്റ് ടീത്തും ഉണ്ടാകും. ഇനി എന്താണ് ഹെറ്ററോഡോണ്ട് ഡെൻറ്റിഷൻ? ഇപ്പം നമ്മുടെ ഡെൻറ്റിഷനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മുടെ ഡെൻറ്റിഷൻ തീക്കോഡോണ്ട് ഡെൻറ്റിഷനാണ്, ഡിഫിയോഡോണ്ട് ഡെൻറ്റിഷനാണ്, ഹെറ്ററോഡോണ്ട് ഡെൻറ്റിഷനാണ്. ഇപ്പോൾ തീക്കോഡോണ്ട് എന്ന് പറയുമ്പോൾ സോക്കറ്റ് ഓഫ് ജോ ബോണിൽ ഇരിക്കുമ്പോൾ അത് തീക്കോഡോണ്ടാണ്. ഡിഫിയോഡോണ്ട് എന്ന് പറയുമ്പോൾ പെർമനൻ്റ് ടീത്തും മിൽക്ക് ടീത്തും ഉണ്ടാകുന്നത് കൊണ്ട് ഡിഫിയോഡോണ്ട് ഡെൻറ്റിഷനാണ്. ഇനി ഹെറ്ററോഡോണ്ട് ഡെൻറ്റിഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ പല്ലുകൾക്കെല്ലാം ഒരേ ഷേപ്പാണോ ഉള്ളത്? അല്ല. ചില പല്ലുകൾക്ക് ഈ രീതിയിലുള്ള ഷേപ്പ് ഉണ്ടാകും, ചില പല്ലുകൾക്ക് കൂർത്ത ഒരു ഷേപ്പ് ഉണ്ടാകും, ചില പല്ലുകൾ പരന്നിരിക്കുന്ന ഒരു ഷേപ്പിലാണ്. അതായത് എല്ലാ പല്ലുകളും ഒരേ ഷേപ്പിലല്ല ഡെവലപ്പ് ചെയ്യുന്നത്. An adult human has 32 permanent teeth which are of 4 different types. അപ്പോൾ നമ്മുടെ ടീത്തുകൾക്ക് 4 ടൈപ്പ് ടീത്തുകളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ആ ടീത്തുകളുടെ ഷേപ്പ് അനുസരിച്ചിട്ട് അതിനെ വിളിക്കുന്ന പേര് ഇൻസിസേഴ്സ് എന്ന് വിളിക്കുന്നു,
കനൈൻസ് എന്ന് വിളിക്കുന്നു, പ്രീമോളാസ് എന്ന് വിളിക്കുന്നു, മോളാസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പ് ടീത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഇൻസിസേഴ്സ്, കനൈൻ, പ്രീമോളാസ്, മോളാസ്. അപ്പോൾ ഒരു ജോയിൽ ഒരു പകുതി നോക്കിക്കഴിഞ്ഞാൽ ഒരേ ടൈപ്പ് ടീത്തായിരിക്കും, ഇപ്പുറത്തെ പകുതിയിലും അതേ ടൈപ്പ് ടീത്തായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്പ് ടീത്തുകൾ? ഇൻസിസർ, കനൈൻ, പ്രീമോളാസ്, മോളാസ്. അപ്പം അങ്ങനെ 4 ടൈപ്പ് ടീത്തുകൾ ഒരു ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അറേഞ്ച്മെൻറ്റ് ഓഫ് ടീത്ത് ഇൻ ഈച്ച് ഹാഫ് ഓഫ് ദ അപ്പർ ആൻഡ് ലോവർ ജാ ഇൻ ദ ഓർഡർ ഓഫ് ഇൻസിസേഴ്സ്, കനൈൻ, പ്രീമോളാസ്, മോളാസ്. അത് നമ്മൾ ഷോർട്ട് ഫോമിൽ ICPM എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എണ്ണം നോക്കിയാൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇൻസിസേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 2 ഇൻസിസേഴ്സ് ഉണ്ട്. കനൈൻസ് ആണെങ്കിൽ ഒരെണ്ണമേ ഉള്ളൂ. പ്രീമോളാഴ്സ് ആണെങ്കിൽ 2 എണ്ണം ഉണ്ട്. മോളാഴ്സ് ആണെങ്കിൽ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇൻസിസേഴ്സ് 2, കനൈൻസ് 1, പ്രീമോളാഴ്സ് 2, മോളാഴ്സ് 3. അപ്പോൾ 2, 1, 2, 3. ഒരു ഹാഫിൽ, ഒരു ജായുടെ പകുതിയിൽ ഉള്ള പല്ലുകളുടെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് പല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2, 1, 2, 3 ആണ്. അതുപോലെ തന്നെയാണ് തൊട്ടിപ്പുറത്തും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു ഫോർമുല വഴി റെപ്രസെൻ്റ് ചെയ്യാം. ആ ഫോർമുലയാണ് നമ്മൾ ഡെൻ്റൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡെൻ്റൽ ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ, ഹ്യൂമൻ ഡെൻ്റൽ ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് 2, 1, 2, 3 by 2, 1, 2, 3. ഇതാണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡെൻ്റൽ ഫോർമുല. അതിൽ ഓരോന്നും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഫസ്റ്റ് ആദ്യം പറയുന്ന 2 ഇൻസിസേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, രണ്ടാമത്തത് കനൈൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അടുത്തത് പ്രീമോളാഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അടുത്തത് മോളാഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. മനസ്സിലാക്കിയല്ലോ? ഇനി നമ്മുടെ പല്ലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്ന ഭാഗം. ദ ഹാർഡ് ച്യൂയിങ് സർഫസ് ഓഫ് ദ ടീത്ത് മേഡ് അപ്പ് ഓഫ് ഇനാമൽ ഹെൽപ്സ് ഇൻ ദ മാസ്റ്റിക്കേഷൻ ഓഫ് ഫുഡ്. മാസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചവച്ചരയ്ക്കുക. അപ്പോൾ ഫുഡിനെ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന ഹാർഡ് ച്യൂവിങ് സർഫസ് ഉള്ള ആ ഭാഗത്തിനെ വിളിക്കുന്ന, ആ ഹാർഡ് മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് ഇനാമൽ. അപ്പോൾ ബാക്കി പാർട്ടുകളുടെ പേരുകളൊന്നും പഠിക്കാനില്ല, ഇനാമലിൻ്റെ കാര്യം മനസ്സിലാക്കുക. ഇനി ടങ്, നാവ്. ദ ടങ് ഈസ് എ ഫ്രീലി മൂവബിൾ മസ്കുലാർ ഓർഗൻ attached to the floor of the oral cavity by the frenulum. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു ടേമാണ് ഫ്രെനുലം. അപ്പോൾ നമ്മുടെ നാവിനെ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ചുരുട്ടി പിടിക്കുകയാണെങ്കിൽ, നമ്മൾ കണ്ണാടിയിൽ കൂടെ നോക്കുകയാണെങ്കിൽ നമുക്കത് ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ എന്ന് നമുക്ക് പറയാം. ആ ഒരു ടിഷ്യൂ കൊണ്ട് ഇതിനെ ഇങ്ങനെ നാവിനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രെനുലം. The tongue is a freely movable muscular organ attached to the floor of the oral cavity by the frenulum. അപ്പോൾ നാവിനെ ഓറൽ ക്യാവിറ്റിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഫ്രെനുലം. ഇനി നാവിൻ്റെ അപ്പർ സർഫസ് ഓഫ് ദ ടങ് ഹാസ് എ സ്മാൾ പ്രൊജക്ഷൻസ് കാൾഡ് പാപ്പിലെ. നാവ് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, നാക്കിൽ നമുക്കിവിടെ ഒരുപാട് ഇങ്ങനെ കൊച്ചു കൊച്ചു പ്രൊജക്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പാപ്പിലെ. സം ഓഫ് വിച്ച് ബിയർ ടേസ്റ്റ് ബഡ്സ്. അപ്പോൾ ടേസ്റ്റ് അറിയാനുള്ള സ്വാദ് മുകുളങ്ങളിരിക്കുന്ന ഭാഗവും ഈ പാപ്പിലയിലുണ്ട്. എല്ലാ പാപ്പിലയിലും ഉണ്ടാവണമെന്നില്ല. സം ഓഫ് വിച്ച് ഹാവ് ടേസ്റ്റ് ബഡ്സ്. ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന സെൻസറി സെൽസ് ചില പാപ്പിലയിൽ ഉണ്ടാകും. ഇനി അടുത്ത പാർട്ടിനെ കുറിച്ച് മനസ്സിലാക്കാം. ഫാരിങ്സ് എന്നാണ് ആ പാർട്ടിനെ വിളിക്കുന്ന പേര്. The oral cavity leads into a short pharynx which serves as a common passage for food and air. ഇപ്പോൾ ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയുടെ ഭാഗമെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ തൊണ്ടയുടെ ഭാഗം എന്ന് പറയാം, അതിന് ആ ഭാഗത്തിനെയാണ് നമ്മൾ ഫാരിങ്സ് എന്ന ടേം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. നേരത്തെ കേട്ടിട്ടുണ്ട് ഫാരിങ്സ് എന്നുള്ള ടേം. അപ്പോൾ ഫാരിങ്സ് എന്ന് പറയുന്നത് ദ ഓറൽ ക്യാവിറ്റി which leads into a short pharynx which serves as a common passage for food and air. ഫുഡും എയറും അതാണ് നമുക്കിവിടെ പ്രത്യേകം ഓർമ്മിക്കേണ്ട വസ്തുത. അപ്പോൾ നമ്മുടെ
കഴിക്കുന്ന ഫുഡ് താഴേക്ക് പോകുന്ന ഈസോഫേഗസിലേക്ക് പോകുന്നതും ഫാരിങ്സിൽ വെച്ചാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന വായു അത് ലങ്സിലേക്ക് പോകുന്ന ട്രാക്കിയ എന്ന് പറയുന്ന ട്യൂബും. ഈ രണ്ട് ട്യൂബും ഓപ്പൺ ചെയ്യുന്നത് ഈ ഫാരിങ്സിലാണ്. ഈസോഫേഗസ് ആൻഡ് ദ ട്രാക്കിയ ഓർ വിൻഡ് പൈപ്പ് ഓപ്പൺ ഇൻ ടു ദ ഫാരിങ്സ്. രണ്ട് ട്യൂബും ഈ ഫാരിങ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി എപ്പിഗ്ലോട്ടിസ് എന്നൊരു ഭാഗത്തിനെ കുറിച്ച് മനസ്സിലാക്കണം. എപ്പിഗ്ലോട്ടിസ് ഈസ് എ കാർട്ടിലേജിനസ് ഫ്ലാപ്പ് വിച്ച് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദ ഗ്ലോട്ടിസ് ഡ്യൂറിങ് swallowing. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു ഫാരിങ്സ് എന്ന് പറയുന്നത് ഒരു കോമൺ പാസേജാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് നേരെ ഈസോഫേഗസ് വഴി സ്റ്റൊമക്കിലേക്ക് പോകുന്ന പാസേജും അതുപോലെ തന്നെ ട്രാക്കിയയിലേക്ക് പോകുന്ന വിൻഡ് പൈപ്പിലേക്ക് പോകുന്ന പാസേജും രണ്ടും ഓപ്പൺ ചെയ്യുന്ന ഒരു കോമൺ ഓപ്പണിംഗ് സ്പേസ് ആണ് ഫാരിങ്സ് അല്ലെങ്കിൽ തൊണ്ടയുടെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ ഫുഡ് മെറ്റീരിയൽ ഇവിടെ ശ്രദ്ധിക്കൂ, ഇതാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ ഭാഗം. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡ് വരുമ്പോൾ ഈ എപ്പിഗ്ലോട്ടിസിൽ തട്ടുമ്പോൾ ഈ എപ്പിഗ്ലോട്ടിസ് ഇങ്ങ് താഴേക്ക് വന്ന് അടയും. അപ്പോൾ അങ്ങനെ ഫുഡ് മെറ്റീരിയൽ ട്രാക്കിയേക്ക് അകത്തേക്ക് കടക്കാതെ പ്രിവെൻറ്റ് ചെയ്യപ്പെടും. നമ്മുടെ ലങ്സിനകത്തേക്ക് ശ്വാസകോശത്തിനകത്തേക്ക് ഫുഡ് പോകാതെ ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഭാഗം അതിനെ അങ്ങ് അടയ്ക്കും. നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഈ എപ്പിഗ്ലോട്ടിസ് ഇങ്ങനെ തുറക്കും. മനസ്സിലാക്കിയോ? Epiglottis is a cartilaginous flap which prevent the entry of food into the glottis during swallowing. അപ്പോൾ ഈ ഭാഗത്തിനെ ഗ്ലോട്ടിസ് എന്ന് വിളിക്കും. അപ്പോൾ ഗ്ലോട്ടിസിനകത്തേക്ക് ഫുഡ് കടക്കാതെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു കാർട്ടിലേജ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു അടപ്പാണ് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വസ്തുതയാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിരിക്കുവാനോ സംസാരിക്കുവാനോ പാടില്ല എന്ന് പറയാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ എപ്പിഗ്ലോട്ടിസ് തുറന്നു പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണം നമ്മളിങ്ങനെ താഴേക്ക് ഇറക്കുന്ന സമയത്ത് നമ്മൾ ചിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ എപ്പിഗ്ലോട്ടിസ് അങ്ങ് തുറക്കും, ഫുഡ് നേരെ ഇതിനകത്തേക്ക് പോകും. അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ തലയിലേട്ട് ഫുഡ് കയറി മണ്ടയിൽ കയറി എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുക? ശക്തമായിട്ട് ഈ എയർ വന്നിട്ട് ഈ ഫുഡ് മെറ്റീരിയൽസിനെ പുറത്തേക്ക് കളയാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഴിക്കുന്ന ഈ ഫുഡ് മെറ്റീരിയൽ ഇവിടെ നിന്ന് നേരെ തെറിച്ചിട്ട് നേരെ മൂക്കിലേക്ക് വന്ന് മൂക്കിൽ കൂടെ പുറത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഫുഡ് ലങ്സിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ലങ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടായി മരണം വരെ സംഭവിക്കാനുള്ള കാരണമായിട്ട് മാറാറുണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങൾ പത്രങ്ങളിൽ കൂടെയൊക്കെ കണ്ടിട്ടുണ്ടാകും, കുഞ്ഞിൻ്റെ ഈ നിലക്കടല കഴിച്ചിട്ട് കുഞ്ഞിൻ്റെ തൊണ്ടയിൽ കുരുങ്ങിയിട്ട് കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുക? ഈ പറഞ്ഞ ഈ ഒരു പ്രശ്നമാണ് ഉണ്ടാവുക. ട്രാക്കിയയ്ക്കകത്തേക്ക് ഈ നിലക്കടലേക്ക് അകത്തേക്ക് ഇറങ്ങിപ്പോയാൽ ഈ ട്രാക്കിയ ബ്ലോക്കാവും. അത് മരണം വരെ സംഭവിക്കാൻ കാരണമായിട്ട് മാറും. അതുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും ഉറക്കെ ഫുഡ് ഇറക്കുന്ന സമയത്ത് നമ്മൾ ചിരിക്കുവാനോ സംസാരിക്കുവാനോ പാടില്ല. അതാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? അങ്ങനെ വരുമ്പോൾ എപ്പിഗ്ലോട്ടിസ് തുറന്നിട്ട് ഫുഡ് നേരെ ട്രാക്കിയയ്ക്കകത്തേക്ക് പോരുന്ന സാഹചര്യം ഉണ്ടാകും. ഇനി അടുത്ത പാർട്ടിലേക്ക് നോക്കാം, ദാറ്റ് ഈസ് ഈസോഫേഗസ്. അപ്പോൾ മൗത്ത്, ബക്കൽ ക്യാവിറ്റി, അടുത്ത ഫാരിങ്സ് മനസ്സിലാക്കി. അടുത്ത ഭാഗമാണ് ഈസോഫേഗസ് എന്ന് പറയുന്ന ട്യൂബ്. Esophagus is a thin, long tube which extends posteriorly, passing through the neck, thorax and diaphragm and leads to a J-shaped bag-like structure called stomach. Esophagus എന്ന് പറയുന്ന ഒരു നീളമുള്ള ഒരു ട്യൂബാണ്. അത് നെക്കിൽ കൂടെയും കഴുത്തിൽ കൂടെയും തൊറാക്സിൻ്റെ ഭാഗത്തിലൂടെയും കടന്ന് ഡയഫ്രത്തിനെയും കൂടെ ക്രോസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റൊമക്കിനകത്തേക്ക് പ്രവേശിക്കുന്നു. J-shaped bag-like structure called സ്റ്റൊമക്കിലേക്ക് പ്രവേശിക്കും. ഇനി ഇവിടെ ഓർമ്മിക്കേണ്ട മറ്റൊരു സ്ഫിങ്ക്റ്ററാണ്. സ്ഫിങ്ക്റ്റർ അഥവാ വാൽവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഗ്യാസ്ട്രോ ഈസോഫേഗിയൽ സ്ഫിങ്ക്റ്റർ. ഗ്യാസ്ട്രോ ഈസോഫേഗിയൽ സ്ഫിങ്ക്റ്റർ എന്താണ് സാധനം? എ മസ്കുലാർ സ്ഫിങ്ക്റ്റർ regulates the opening of esophagus into the stomach.
അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് മെറ്റീരിയൽ നേരെ ഈസോഫേഗസിൽ നിന്നും അടുത്തൊരു ടെമ്പററി സ്റ്റോറേജ് സാക്കാണ്, ഒരു സഞ്ചിയാണ് നമ്മുടെ വയറ്, സ്റ്റൊമക്ക്. അപ്പോൾ സ്റ്റൊമക്കിനകത്തേക്ക് ഫുഡ് എത്തിക്കഴിഞ്ഞാൽ ഈ സ്റ്റൊമക്ക് ആ ഫുഡിനെ നന്നായിട്ട് മസ്കുലാർ കോൺട്രാക്ഷൻ നടത്തി അതിനെ ഒന്ന് അരയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഈ ഒരു സ്റ്റൊമക്കിനെ ഒന്ന് പ്രസ് ചെയ്യുന്നു എന്ന് വിചാരിച്ച്, പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫുഡ് നേരെ മുകളിലേക്ക് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു വാൽവുണ്ട്, അഥവാ അതിനെ നമുക്ക് സ്ഫിങ്ക്റ്റർ എന്ന് വിശേഷിപ്പിക്കാം. ആ സ്ഫിങ്ക്റ്ററിനെ വിളിക്കുന്ന പേരാണ് ഗ്യാസ്ട്രോ ഈസോഫേഗിയൽ സ്ഫിങ്ക്റ്റർ. എ മസ്കുലാർ സ്ഫിങ്ക്റ്റർ റെഗുലേറ്റ്സ് ദ ഓപ്പണിംഗ് ഓഫ് ഈസോഫേഗസ് ഇൻ ടു ദ സ്റ്റൊമക്ക്. ഈസോഫേഗസ് ഇവിടെ വന്ന് ചേരുന്നു, സ്റ്റൊമക്കിൽ ചേരുന്ന സ്ഥലത്ത് ഫുഡ് മെറ്റീരിയലിൻ്റെ ഒരു റിവേഴ്സ് ഫ്ലോ, തിരിച്ചുള്ള ഒരു പോക്ക് ഉണ്ടാകാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു വാൽവ് ലൈക്ക് സർക്കുലാർ മസിൽസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്യാസ്ട്രോ ഈസോഫേഗിയൽ സ്ഫിങ്ക്റ്റർ എന്ന് വിളിക്കുക. ഗ്യാസ്ട്രോ ഈസോഫേഗിയൽ സ്ഫിങ്ക്റ്റർ റെഗുലേറ്റ് ദ ഓപ്പണിംഗ് ഓഫ് ഈസോഫേഗസ് ഇൻ ടു ദ സ്റ്റൊമക്ക്. അപ്പോൾ ഇത് ഫുഡ് ഇങ്ങോട്ട് കടക്കുന്ന സമയത്ത് ഈ സ്ഫിങ്ക്റ്റർ ഓപ്പൺ ആകും, അടുത്ത് ഇവിടെ നിന്ന് ഫുഡ് തിരിച്ചു പോകാതെ അത് സ്ഫിങ്ക്റ്റർ പ്രിവെൻറ്റ് ചെയ്യും. ഇനി അടുത്ത പാർട്ടാണ് സ്റ്റൊമക്ക് എന്ന് പറയുന്ന പാർട്ട്, നമ്മുടെ വയറ്. സ്റ്റൊമക്ക് ഹാസ് 4 മേജർ പാർട്സ്. ഇവിടെ ഈസോഫേഗസ് വന്ന് ചേരുന്ന സ്ഥലം, ആ സ്ഥലത്തിനെ കാർഡിയാക് സ്റ്റൊമക്ക് എന്നാണ് വിളിക്കുക. കാർഡിയാക് സ്റ്റൊമക്ക്. നമ്മൾ കാർഡിയാക് മസിൽസ് പഠിച്ചിട്ടുണ്ട്. കാർഡിയാക് മസിൽസ് ആർ പ്രസൻറ്റ് ഇൻ ഹാർട്ടിൽ കാണുന്ന മസിൽസാണ് കാർഡിയാക് മസിൽസ്. എന്നാൽ കാർഡിയാക് റീജിയൺ, ഇറ്റ് ഈസ് ദ റീജിയൺ ഓഫ് സ്റ്റൊമക്ക്. ഈസോഫേഗസ് വന്ന് സ്റ്റൊമക്കിൽ വന്ന് കണക്ട് ചെയ്യുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് കാർഡിയാക് റീജിയൻ. ഇനി അടുത്ത മറ്റൊരു റീജിയനാണ് ഫണ്ടിക് റീജിയൻ, ഓർ അതർവൈസ് ഫണ്ടസ് എന്ന് പറയുന്ന റീജിയൻ. ഫണ്ടസ് എന്ന് പറയുന്ന റീജിയൻ. ഇനി അടുത്ത് മെയിൻ സ്റ്റോറേജ് പാർട്ടാണ് ബോഡി, മെയിൻ സെൻട്രൽ റീജിയൻ. ഇനി അടുത്ത് ഡിയോഡിനവുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് പൈലോറിക് റീജിയൻ, പൈലോറിക് പോർഷൻ. സ്മാൾ ഇൻറ്റസ്റ്റൈനിലെ ഫസ്റ്റ് പാർട്ടാണ് ഡിയോഡിനം. ആ ഡിയോഡിനവുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് പൈലോറിക് പാർട്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിന് പ്രധാനമായിട്ട് 4 റീജിയൻസ് ഉണ്ട്. അപ്പോൾ വാട്ട് ആർ ദ റീജിയൻസ് ഓഫ് സ്റ്റൊമക്ക് എന്ന് ചോദിച്ചാൽ കാർഡിയാക് റീജിയൻ, ഫണ്ടസ് റീജിയൻ, ബോഡി, പൈലോറിക് റീജിയൻ. അടുത്ത റീജിയനാണ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ. സ്മാൾ ഇൻറ്റസ്റ്റൈൻ ഈസ് ഡിസ്റ്റിങ്വിഷബിൾ ഇൻറ്റു 3 റീജിയൻസ്: a C-shaped duodenum, a long coiled middle portion jejunum, and a highly coiled ileum. അപ്പോൾ എന്തൊക്കെയാണ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ? സ്മാൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന പോർഷനാണ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പോർഷൻ നമുക്കിവിടെ കാണാം, ഒരു C-shaped duodenum. C-shaped duodenum. അത് കഴിഞ്ഞിട്ട് വരുന്ന പോർഷനാണ് എ ലോങ് കോയിൽഡ് മിഡിൽ പോർഷൻ ജിജിനം. അത് കഴിഞ്ഞ് വരുന്ന പോർഷൻ്റെ പേര് ഓർക്കുക, ജിജിനം. അത് കഴിഞ്ഞിട്ടൊരു ഹൈലി കോയിൽഡ് പോർഷനാണ്, ദാറ്റ് ഈസ് നോൺ ആസ് ഇലിയം. അപ്പോൾ ഇതൊക്കെയാണ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടുകൾ: ഡിയോഡിനം, ജിജിനം ആൻഡ് ഇലിയം. ഇനി അടുത്ത ഒരു സ്ഫിങ്ക്റ്റർ, നേരത്തെ ഗ്യാസ്ട്രോ ഈസോഫേഗിയൽ സ്ഫിങ്ക്റ്റർ നമ്മൾ ഇവിടെ കണ്ടു. അപ്പോൾ അതുപോലത്തെ ഒരു സ്ഫിങ്ക്റ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനെ പൈലോറിക് സ്ഫിങ്ക്റ്റർ എന്നാണ് വിളിക്കുക. പൈലോറിക് സ്ഫിങ്ക്റ്റർ. ദ ഓപ്പണിംഗ് ഓഫ് ദ സ്റ്റൊമക്ക് ഇൻ ടു ദ ഡിയോഡിനം ഈസ് ഗോഡഡ് ബൈ ദ പൈലോറിക് സ്ഫിങ്ക്റ്റർ. അപ്പോൾ സ്റ്റൊമക്കിനകത്ത് നിന്ന് ഫുഡ് ഈസോഫേഗസിലേക്ക് കടക്കാതെ പ്രിവെൻറ്റ് ചെയ്യുന്ന പാർട്ടാണ് ഇവിടെ ഗാസ്ട്രോ ഈസോഫേഗിയൽ സ്ഫിങ്ക്റ്റർ. അതുപോലെ ഫുഡ് ഇവിടെ നിന്നും ഡിയോഡിനത്തിലേക്ക്, സ്മാൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കടക്കാതെ അവിടെ ഒരു വാൽവ് പോലെ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഫിങ്ക്റ്ററാണ് പൈലോറിക് സ്ഫിങ്ക്റ്റർ. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ഈ സ്ഫിങ്ക്റ്റർ തുറന്നു കൊടുക്കുക. സ്റ്റൊമക്കിൽ നിന്നും ഫുഡ് എംറ്റി ചെയ്യേണ്ട സമയത്ത് മാത്രം ഈ സ്ഫിങ്ക്റ്റർ ഓപ്പൺ ആയി. ദ ഓപ്പണിംഗ് ഓഫ് ദ സ്റ്റൊമക്ക് ഇൻ ടു ദ ഡിയോഡിനം ഈസ് ഗോഡഡ് ബൈ ദ പൈലോറിക് സ്ഫിങ്ക്റ്റർ. ഇനി ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ പാർട്ടുകളിലേക്ക് വരാം. ഇലിയം ഓപ്പൺസ് ഇൻ ടു ലാർജ് ഇൻറ്റസ്റ്റൈൻ.
It consists of cecum, colon and rectum. Ileum opens into ileum ആണ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ ലാസ്റ്റ് പാർട്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ് ഈ കാണുന്ന മൊത്തത്തിൽ കാണുന്ന പോർഷനാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടുകളിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സീക്കം. സീക്കം കഴിഞ്ഞിട്ട് ഇത് മൊത്തത്തിൽ ഈ പാർട്ടിനെ വിളിക്കുന്ന പേര് കോളോൺ. അത് കഴിഞ്ഞിട്ട് ഈ വരുന്ന ഭാഗമാണ് റെക്റ്റം. Cecum is a small blind sac which hosts some symbiotic microorganisms. ഒരുപാട് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് ബാക്ടീരിയാസ് താമസിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് സീക്കം. സീക്കം ഈസ് എ സ്മാൾ ബ്ലൈൻഡ് സാക്ക്. ബ്ലൈൻഡ് സാക്ക് എന്ന് പറയുന്നത് പുറത്തേക്ക് ഓപ്പണിംഗ് ഒന്നും ഇല്ലാത്തതിനെയാണ് നമ്മൾ ബ്ലൈൻഡ് എന്ന് വിളിക്കുന്നത്. ബ്ലൈൻഡ് സാക്ക് എന്ന് ബ്ലൈൻഡ് ട്യൂബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സീക്കം ഒരു സ്മാൾ ബ്ലൈൻഡ് സാക്കാണ് വിച്ച് ഹോസ്റ്റ് സം സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസം. ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് ബാക്ടീരിയാസൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് സീക്കം. ഇനി അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു പാർട്ടാണ് വെർമിഫോം അപ്പൻഡിക്സ്. ഈ സീക്കത്തിൽ നിന്നും പുറത്തേക്ക് ഒരു ഫിംഗർ ലൈക്ക് ട്യൂബുലാർ പ്രൊജക്ഷൻ. ഇതൊരു വെസ്റ്റീജിയൽ ഓർഗനാണ്. വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ അത് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്നു, എന്നാൽ ഇപ്പോൾ അത് ആവശ്യമില്ല. മനുഷ്യരുടെ പൂർവികരിൽ അത് മനുഷ്യൻ സസ്യഭുക്കായിരുന്നപ്പോൾ ഇത് ആവശ്യം ഉണ്ടായിരുന്നതാണ്. മനുഷ്യനത് മിശ്രഭുക്കിൻ്റെ രീതിയിലേക്ക് മാറിയപ്പോഴത്തേക്കും ഈ പാർട്ടിൻ്റെ വലിയ ഫങ്ഷൻ ഇല്ല. സെല്ലുലോസ് ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഹെർബിവോറസ് അനിമൽസിൽ, പശുവിലും അതുപോലെയുള്ള അനിമൽസിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സീക്കം എന്ന് പറഞ്ഞ പാർട്ട് വെൽ ഡെവലപ്ഡ് പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചുരുങ്ങിപ്പോയ ഒരു രൂപമാണ് ഇതാ കാണുന്ന വെർമിഫോം അപ്പൻഡിക്സ്. അപ്പോൾ ഇത് നമുക്ക് ശരീരത്തിന് നമുക്ക് ഒരു ഫങ്ഷനും ഇല്ല. നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഭാഗത്തിന് ഒരു ഫങ്ഷനും ഇല്ല. പക്ഷേ നമുക്കിത് ചില സമയങ്ങളിൽ ദോഷമുണ്ടാക്കുന്നു. അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഭാഗത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന പ്രശ്നമാണ് അപ്പൻഡിസൈറ്റിസ്. അപ്പോൾ ഇവിടെ ഓർക്കുക, ഇറ്റ് ഈസ് എ നാരോ ഫിംഗർ ലൈക്ക് ട്യൂബുലാർ പ്രൊജക്ഷൻ, ദ വെർമിഫോം അപ്പൻഡിക്സ് വിച്ച് ഈസ് എ വെസ്റ്റീജിയൽ ഓർഗൻ എറൈസസ് ഫ്രം ദ സീക്കം. സീക്കത്തിൽ നിന്ന് എറൈസ് ചെയ്യുന്നുണ്ട്. വെർമിഫോം അപ്പൻഡിക്സ്. കോളോൺ ആൻഡ് റെക്റ്റം. അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പ്രധാനപ്പെട്ട പാർട്ടാണ് സീക്കം കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പാർട്ടാണ് കോളോൺ. ഈ കോളോണിന് പ്രധാനമായിട്ടും 3 പാർട്ടുകളുണ്ട്, 4 പാർട്ടുകളുണ്ട്. ദറ്റ് ഈസ് അസെൻഡിങ് കോളോൺ, ട്രാൻസ്വേഴ്സ് കോളോൺ, ഡിസെൻഡിങ് കോളോൺ, സിഗ്മോയിഡ് കോളോൺ. നോക്കൂ, ഈ ഫിഗറിലേക്ക് നോക്കൂ. ഇവിടെ സീക്കം കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന ഈ പാർട്ടിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് കോളോൺ. അപ്പോൾ കോളോണിന് ഈ മുകളിലേക്ക് പോകുന്ന ഷേപ്പിൽ കാണുന്ന ആ കോളോണിനെ അസെൻഡിങ് കോളോൺ എന്ന് വിളിക്കും. ഈ രീതിയിൽ ട്രാൻസ്വേഴ്സ് ആയിട്ട് കാണുന്നതിനെ ട്രാൻസ്വേഴ്സ് കോളൺ എന്ന് വിളിക്കുന്നു. താഴേക്ക് പോകുന്ന രീതിയിലുള്ളതിനെ ഡിസെൻഡിങ് കോളൺ എന്ന് വിളിക്കുന്നു. ഒരു സിഗ്മോയിഡ് ഷേപ്പിൽ വരുന്നതിനെ സിഗ്മോയിഡ് കോളോൺ എന്ന് വിളിക്കുന്നു. അപ്പോൾ കോളോണിന് 4 പാർട്ടുണ്ട്: അസെൻഡിങ് കോളോൺ, ട്രാൻസ്വേഴ്സ് കോളോൺ, ഡിസെൻഡിങ് കോളോൺ, സിഗ്മോയിഡ് കോളോൺ. The descending part opens into the rectum. ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ലാസ്റ്റ് പാർട്ടാണ് റെക്റ്റം അഥവാ മലാശയം. ഫുഡിൻ്റെ വേസ്റ്റ്, മലം സംഭരിച്ചു വയ്ക്കുന്ന സ്ഥലമാണ് റെക്റ്റം. റെക്റ്റം ഓപ്പൺസ് ഔട്ട് ത്രൂ ഏനസ്. ഏനസ് വഴി, മലദ്വാര വഴി പുറത്തേക്ക് തുറക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പാർട്ടിലൂടെ നമ്മൾ പഠിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ പഠിക്കുവാനായിട്ട് അടുത്ത പാർട്ട് കാണുക. For video lessons, please subscribe TLP's biology classes. Thank you.